ഹായ് SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകൾക്കും ഇപ്പോൾ ഒരു പെൺകുട്ടിയെ മാരേജ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു പേടി ഉണ്ടായിരിക്കും. അതായത് ഞാൻ ഈ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് നന്നായിരിക്കുമോ ഇങ്ങനെയുള്ളത്. ഇതിപ്പോൾ പ്രണയിക്കുന്ന ആളുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലും ഇതേപോലെ പേടി ഉണ്ടാവും എന്നുള്ളതാണ്. ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായിരിക്കും, പക്ഷേ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവരുടെ ക്യാരക്ടറൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ ഇതാണ് ഒരു യഥാർത്ഥ ഭാര്യയ്ക്ക് വേണ്ട സ്വഭാവങ്ങൾ, അതല്ലെങ്കിൽ ഇവളിൽ ആ ഗുണങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്ന കുറച്ച് സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ പ്രണയിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാരേജ് ലൈഫ് ആയിരിക്കും. മീൻസ് ഒരു പെർഫെക്റ്റ് വൈഫിനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഒരു നല്ല ഭാര്യയ്ക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, പണം ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്യാനായിട്ടായിരിക്കും ഇവരെപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കുക. ചില ലേഡീസ് ഉണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ക്യാഷ് ഇട്ട് കഴിഞ്ഞാലും അത് അവരുടേതായ കാര്യങ്ങൾ എങ്ങനെ ചെയ്ത് തീർക്കുക എന്നുള്ള ആ ഒരു മൈൻഡ് ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ അന്ന് കിട്ടിയത് അന്നത്തേക്ക് എന്നുള്ള രീതിയിൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളതാണ്. അതല്ലാതെ നമുക്കത് ഭാവിയിലേക്ക് വേണ്ടതാണ്, നമുക്ക് കുറച്ച് ക്യാഷ് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാം, ചിലപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ വരും, ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് പലരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളോട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പ്രണയിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളോട് ആ രീതിയിൽ അവർ പറയുന്നുണ്ടെങ്കിൽ, അതായത് ക്യാഷ് ഇങ്ങനെ ചിലവാക്കി കളയരുത് കേട്ടോ, കുറച്ചൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളോട് അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിൽ, അതായത് നിങ്ങളുടെ മാരേജ് ലൈഫിലും ഇവർ ഇതേപോലെ തന്നെ ആയിരിക്കും. ഇപ്പൊ തന്നെ ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ, മാരേജ് ജീവിതത്തിൽ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അവർ മുന്നോട്ട് പോകുന്നുണ്ടാവുക. സോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവരൊരു നല്ല ഭാര്യയുടെ ഗുണമാണ് കാണിക്കുന്നത്. സോ അങ്ങനെ ഒരു ലേഡി ആണോ എന്നുള്ളത് ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പീസ്ഫുൾ ലൈഫ് ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. ചില ലേഡീസ്, സ്ത്രീകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫാന്റസി ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. അതേപോലെ എപ്പോഴും എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, അങ്ങനെയാണ്, മീൻസ് രണ്ടുപേർക്കും കൂടി കുറേ സ്ഥലങ്ങൾ കാണണം, ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അതല്ലാതെ സമാധാനമായിട്ടൊരു കുഴപ്പമില്ലാണ്ട് ജീവിതം മുന്നോട്ട് പോകണം ഇങ്ങനെ മാത്രം ചിന്തിക്കുന്ന ലേഡീസ് വളരെ കുറവായിരിക്കും. ചില ആളുകൾ അങ്ങനെയൊന്നും ചിന്തിക്കാനില്ല എന്നുള്ളത്, അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക, വീട്ടിൽ ആർക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സമാധാനം മാത്രം മതി, അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകണം. അപ്പോൾ ഇങ്ങനെ അവർ നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർ നല്ല ഭാര്യയ്ക്കുള്ള ഗുണങ്ങളുള്ള ഒരു സ്ത്രീ തന്നെയാണ്. അപ്പൊ നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫെയിലിയർ അവരുടേത് കൂടിയായിട്ട് കാണും എന്നുള്ളതാണ്. ഇതും പലരും ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരും ഈ രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അധികം അങ്ങോട്ട് അതിൽ ഇടപെടാൻ പോവില്ല. അതായത് അവർ തനിയെ നോക്കിക്കോളും, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം അല്ലേ എന്ന് പറഞ്ഞ് വിടുന്ന ആളുകളുണ്ട്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഭയങ്കര കട്ടയ്ക്കായിട്ട് കൂടെ നിൽക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അതായത് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടണം, അതിനെ നമുക്ക് ഇല്ലാണ്ടാക്കണം, ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ആ പെൺകുട്ടി, അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന പെൺകുട്ടി നിങ്ങളോട് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ എല്ലാ തോൽവികളിലും നിങ്ങളുടെ എല്ലാ വിഷമങ്ങളിലും അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുള്ളത്. നിങ്ങൾക്ക് എത്ര വലിയ പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാലും, എത്ര വലിയ വിഷമം വന്നു കഴിഞ്ഞാലും അവർ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വിഷമം മാറ്റാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കാം. സോ ഇങ്ങനെ ഒരു പെരുമാറ്റവും അവരിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ള ഒരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കുറവുകളെ അവരൊരിക്കലും കളിയാക്കില്ല എന്നുള്ളതാണ്. ഇതും നമുക്ക് എല്ലാവരിലും കാണാനായിട്ട് കഴിയില്ല. ചില ആളുകളൊക്കെ ഇങ്ങനെ കളിയാക്കുന്നവരുണ്ട്. അതായത് എന്തൊക്കെയാണ് ഇവർക്കുള്ള കുറവുകൾ, അല്ലെങ്കിൽ ഇവരുടെ വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തെ പറഞ്ഞ് കളിയാക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെ കുറേ പേരെ ഇപ്പൊ എൻ്റെ പരിചയത്തിലെ കുറേ പേരുണ്ട് കേട്ടോ. എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് അങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതല്ലാത്തവരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളതാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നല്ല. ഇപ്പോൾ നിങ്ങളുടെ മാരേജിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് കരയാനായിട്ട് കഴിയുന്നുണ്ടാവും. അതായത് കരയാൻ പോലും നിങ്ങൾക്കൊരു മടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത്രയും ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ നിങ്ങളുടെ എല്ലാ ഫീലിങ്സും കാണിക്കാനായിട്ട് കഴിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആയിട്ടെല്ലാം കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, മീൻസ് കരയാനാണെങ്കിലും നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിലും എന്തായാലും അവരുടെ മുമ്പിൽ കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പോയിന്റ്സ് ആയിട്ട് എടുക്കാവുന്നതാണ്. കാരണം നിങ്ങളുടെ കുറവുകളെ കളിയാക്കുന്നില്ല. നിങ്ങളുടെ എന്ത് കുറവാണെന്നുണ്ടെങ്കിലും, എത്ര വലിയ ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിലും ഒരേപോലെയാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്
സമയത്താണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് അവരോട് ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ഫീലിങ്സ് കാണിക്കാനായിട്ട് കഴിയുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫീലിങ്സ് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള മറ്റൊരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിലവിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവളിൽ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ ഭാവിയിൽ, നിങ്ങളുടെ മാരേജ് ലൈഫിൽ അവർ നിങ്ങൾക്ക് നല്ലൊരു ഭാര്യയായിരിക്കും. സോ ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളോ ഇത്തരത്തിലുള്ള വീഡിയോസ് തുടർന്ന് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്